The next topic is prologue. So, prologue in the basic features: atoms, variables, scope and type, structures and predicates, facts and rules, queries, resolution and unification, list, arithmetic, search or execution order. Okay, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ പറയുന്നത്. ബേസിക് ഫീച്ചേഴ്സ് ഓഫ് പ്രൊലോഗ്. ഓക്കെ, സോ basic features: atoms, variables, scope and type. A prologue interpreter runs in the context of a database of clauses that are assumed to be true. Okay, അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം പ്രൊലോഗ് പ്രോഗ്രാം എന്ന് വെച്ചാൽ എന്താണ്. പ്രൊലോഗ് ഈസ് എൻ ഇൻ്റർപ്രറ്റർ ദാറ്റ് റൺസ് ഇൻ ദ കോൺടെക്സ്റ്റ് ഓഫ് എ ഡേറ്റാബേസ് ഓഫ് ഹോൺ ക്ലോസ് അല്ലേ. കളക്ഷൻ ഓഫ് ഹോൺ ക്ലോസ് ആണ് പ്രൊലോഗ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓരോ ക്ലോസിനകത്ത് എന്തൊക്കെ കാണും? കോൺസ്റ്റൻസ് കാണും, വേരിയബിൾസ് കാണും, സ്ട്രക്ചേഴ്സ് കാണും. ഓക്കെ, ഈച്ച് ക്ലോസ് ഈസ് കമ്പോസ്ഡ് ഓഫ് എന്തൊക്കെയാണ്? കോൺസ്റ്റൻസ്, വേരിയബിൾസ്, സ്ട്രക്ചേഴ്സ് ഒക്കെ ആയിരിക്കും. ഓക്കെ, സോ ഫസ്റ്റ് ആറ്റംസ്. ആറ്റംസ് എന്ന് വെച്ചാൽ ജസ്റ്റ് സിംബോളിക് സിമ്പിൾസിനാണ് നമ്മൾ ആറ്റംസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആറ്റംസ് ആർ ലുക്ക് ലൈക്സ് ഐഡൻറ്റിഫയേഴ്സ്. നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഐഡൻറ്റിഫയേഴ്സ് പഠിച്ചിട്ടുണ്ട്. ഐഡൻറ്റിഫയേഴ്സ് പോലെയാണ്. ദാറ്റ് ഈസ് ബിഗിനിങ് വിത്ത് എ ലോവർ കേസ് ലെറ്റേഴ്സ്, അല്ലെങ്കിൽ സീക്വൻസ് ഓഫ് പഞ്ച്വേഷൻ ക്യാരക്ടേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു കോട്ടഡ് ക്യാരക്ടർ സ്ട്രിങ് ആയിരിക്കും. ഓക്കെ, ഇനി ടേം എന്ന് പറഞ്ഞത്, അപ്പോൾ ഒരു പ്രൊലോഗിൽ ടേം എന്ന് വെച്ചാൽ എന്താ? ഏതർ എ കോൺസ്റ്റൻറ്റ്, വേരിയബിൾ ഓർ എ സ്ട്രക്ചർ. എ കോൺസ്റ്റൻറ്റ് ഈസ് ആൻ എയ്തർ ആറ്റം ഓർ എൻ ഇൻറ്റിജർ. കോൺസ്റ്റൻറ്റ് എന്ന് വെച്ചാൽ ഒന്നീ ആറ്റം ആവാം, അല്ലെങ്കിൽ ഇൻറ്റിജർ ആവാം. ഓക്കെ, ജസ്റ്റ് പേര് ഓർത്തിരുന്നാൽ മതി. കണ്ടോ, ആറ്റത്തിന് എക്സാമ്പിൾ കാണിച്ചു തന്നുണ്ടോ? ഫു. അത് കോട്ടഡ് സ്ട്രിങ് ആയിട്ട് എഴുതിയിരിക്കുന്നു. സോ സിംബോളിക് വാല്യൂസിനാണ് മെയിൻലി നമ്മൾ ആറ്റംസ് എന്ന് പറയുന്നത്. സംടൈംസ് ഇറ്റ് ലുക്സ് ലൈക്സ് ആൻ ഐഡൻറ്റിഫയർ. ഓക്കെ, നമ്പേഴ്സ് റിസംബിൾ ലൈക്ക് ദ ഇൻറ്റിജേഴ്സ് ഓർ ഫ്ലോട്ടിംഗ് പോയിൻറ്റ് കോൺസ്റ്റൻസിന്. അത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇൻറ്റിജേഴ്സ് അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് പോയിൻറ്റ് കോൺസ്റ്റൻസ് തന്നെയാണ് നമ്മളിവിടുത്തെ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ദെൻ വേരിയബിൾസ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. വേരിയബിൾസ് ക്യാൻ ബി ഇൻസ്റ്റാൻഷിയേറ്റഡ് ടു ആർബിട്രറി വാല്യൂസ് അറ്റ് റൺ ടൈം ആസ് എ റിസൾട്ട് ഓഫ് യൂണിഫിക്കേഷൻ. അപ്പോൾ എന്താണ് യൂണിഫിക്കേഷൻ, ഇൻസ്റ്റാൻസിയേഷൻ എന്നൊക്കെ നിങ്ങൾ അങ്ങോട്ട് അടുത്തടുത്ത ടോപ്പിക്കിലോട്ട് പോകുമ്പോൾ പഠിക്കും. ഓക്കെ, സോ വേരിയബിൾസ്, അതായത് എന്താണ് ഇൻസ്റ്റാൻസിയേഷൻ എന്ന് വെച്ചാൽ റൺ ടൈമിൽ നമ്മൾ വേരിയബിൾസ് ഒരു വാല്യൂ ടേക്ക് ചെയ്യില്ലേ, ആ ഒരു ഇതിനാണ് നമ്മൾ ഇൻസ്റ്റാൻസിയേഷൻ എന്ന് പറയുന്നത്. വേരിയബിൾ ക്യാൻ ബി ഇൻസ്റ്റാൻഷിയേറ്റഡ്, ദാറ്റ് മീൻസ് വേരിയബിൾസ് ടേക്സ് എ വാല്യൂ അറ്റ് ദ ടൈം. എപ്പോഴാണ്? റൺ ടൈമിൽ. അതിനെയാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എ വേരിയബിൾ ലുക്ക് ലൈക്സ് ആൻ ഐഡൻറ്റിഫയർ ബിഗിനിങ് വിത്ത് ആൻ അപ്പർ കേസ് ലെറ്റേഴ്സ്. അപ്പോൾ മറ്റേ നമ്മൾ ആറ്റം പറഞ്ഞത് ലോവർ കേസ് ലെറ്ററിൽ തുടങ്ങുന്ന ഐഡൻറ്റിഫയർ എന്നുള്ള രീതിയിൽ. ഇവിടെ വേരിയബിൾസും ലുക്ക് ലൈക്ക് ആൻ ഐഡൻറ്റിഫയർ ആണ്, പക്ഷേ ബിഗിൻ വിത്ത് ആൻ അപ്പർ കേസ് ലെറ്റർ. അല്ലെങ്കിൽ വേരിയബിൾ എന്ന് വെച്ചാൽ സ്ട്രിങ് ഓഫ് ലെറ്റേഴ്സ് ആവാം, ഡിജിറ്റ്സ് ആവാം, അല്ലെങ്കിൽ അണ്ടർസ്കോർ ആവാം. ബിഗിൻ ചെയ്യുന്ന അപ്പർ കേസിലോ അല്ലെങ്കിൽ അണ്ടർസ്കോറിലോ ആയിരിക്കും. ഓക്കെ, വേരിയബിൾസ് ആർ നോട്ട് ബൗണ്ട് ടു ടൈപ്പ് ബൈ ഡിക്ലറേഷൻ. അതായത് ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്ന സമയത്തിനായിട്ട് എന്ത് കാണില്ല? ടൈപ്പ് കാണില്ല. ഓക്കെ, സോ ഒരു വേരിയബിളിന് എപ്പോഴാണോ നമ്മൾ വാല്യൂ കൊടുക്കുന്ന ആ ടൈമിൽ മാത്രമായിരിക്കും നമ്മൾ അതിൻ്റെ ടൈപ്പ് അറിയുന്നത്. അതിനെയാണ് നമ്മൾ ഇൻസ്റ്റാൻസിയേഷൻ എന്ന് പറഞ്ഞാൽ. താഴെ എഴുതിയിട്ടുണ്ട്, ദ ബൈൻഡിങ് ഓഫ് എ വാല്യൂ ആൻഡ് ദസ് എ ടൈപ്പ് ടു എ വേരിയബിൾ ഈസ് കോൾഡ് ഇൻസ്റ്റാൻസിയേഷൻ. അതായത് ഒരു വേരിയബിളിനൊരു വാല്യൂ നമ്മൾ കൊടുക്കും, ആ സമയത്ത് മാത്രമേ നമുക്ക് എന്തറിയാൻ പറ്റും? അതിൻ്റെ ടൈപ്പ് അറിയാൻ പറ്റും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇൻസ്റ്റാൻസിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ാണോ ഒരു വേരിയബിൾ അപ്പിയർ ചെയ്യുന്നത്, അവിടെയായിരിക്കും അതിന് സ്കോപ്പ് ഉള്ളത്. ഓക്കെ, ദെൻ പ്രൊലോഗ് ക്ലോസസ്. നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. പ്രൊലോഗിനകത്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ക്ലോസിനകത്ത് റൈറ്റ് ഹാൻഡ് സൈഡ് എം ടി ആണെങ്കിൽ നമ്മളതിനെ ഹെഡ്ലെസ് അല്ലേ, ഹെഡ് ഇല്ലാത്ത അല്ലെങ്കിൽ റൈറ്റ് സൈഡ് എം ടി ആയിട്ട് വരുന്ന ക്ലോസിനെയാണ് നമ്മൾ ഫാക്സ് എന്ന് പറഞ്ഞത്. റൈറ്റ് സൈഡ് ഉള്ളത്, അതായത് ഹെഡ് പോർഷനും കൂടെ ഉള്ളതിനെ നമ്മൾ ഹെഡഡ് ഹോൺ ക്ലോസിനെ നമ്മൾ എന്തെന്ന് പറഞ്ഞു? റൂൾസ് എന്ന് പറഞ്ഞു. ഹെഡ് ഇല്ലാത്ത, അതായത് റൈറ്റ് സൈഡ് എം ടി ആയിട്ട് വരുന്നതിനെ ഫാക്സ് എന്നും റൈറ്റ് സൈഡ് ഉള്ളതിനെ നമ്മൾ റൂൾസ് എന്നും പഠിച്ചു. ഇനി നമ്മളിവിടെ പുതുതായിട്ട് പറയാൻ പോകുന്നൊരു കാര്യമാണ് എ ക്വറി ഓർ ഗോൾ ഈസ് എ ക്ലോസ് വിത്ത് ആൻ എം ടി ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. ക്വറീസ് ആർ ഗിവൺ ടു ദ പ്രൊലോഗ് ഇൻ്റർപ്രറ്റർ ടു ഇനിഷ്യേറ്റ് ദി എക്സിക്യൂഷൻ ഓഫ് എ പ്രോഗ്രാം. നമ്മൾ ഓൾറെഡി പഠിച്ചു പ്രൊലോഗ് എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് മെയിൻലി നമ്മൾ തിയറംസ് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഈ ഗോൾ അല്ലെങ്കിൽ ഈ ഒരു
ഇൻപുട്ടായിട്ട് നമ്മൾ കൊടുക്കുന്ന ഈ ഗോളായിരിക്കും. നിങ്ങൾക്കറിയാമല്ലോ ലോജിക്കൽ പ്രോഗ്രാം എന്ന് വെച്ചാൽ എന്താ, നമ്മളൊരു തിയറം കൊടുക്കുന്നു, ആ തിയറത്തെ കുറേ ഫാക്ട്സ് അല്ലെങ്കിൽ റൂൾസിൻ്റെ ബേസിൽ നമ്മൾ റൺ ചെയ്തത് ട്രൂ ആണോ ഫോൾസ് ആണോ ചെക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടാണെന്ന് ശരിക്കും എന്തെന്ന് പറയുന്നത് ഈ ക്വറി അല്ലെങ്കിൽ ഗോൾ എന്ന് പറയുന്നത്. ഓക്കെ, എ ക്വറി ഓർ ഗോൾ ഈസ് എന്താണ്, ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഇനിഷ്യേറ്റ് ദ എക്സിക്യൂഷൻ ഓഫ് എ പ്രോഗ്രാം. ശരിക്കും നമ്മുടെ എയിം എന്ന് പറഞ്ഞാൽ ഒരു തിയറം കൊടുക്കുക, അത് പ്രൂവ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ തിയറമാണ് നമ്മുടെ എന്ന് പറയുന്നത് ഈ ഗോൾ അല്ലെങ്കിൽ ഇൻപുട്ടായിട്ട് നമ്മൾ കൊടുക്കുന്നത്. സോ തിയറം ഈസ് ദ ഗോൾ ഓർ ഇൻപുട്ട്, ദാറ്റ് ഈസ് ഗിവൺ ആസ് ദ ഇൻപുട്ട്. നമ്മൾ എന്നിട്ട് ഈ ഇൻപുട്ട് നമ്മൾ ഈ കൊടുത്ത ഗോൾ അത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്നറിയാൻ വേണ്ടി ഇതിന് പിന്നിൽ കുറേ കളക്ഷൻ ഓഫ് പ്രോഗ്രാംസ് ആണ് നമ്മൾ ചെയ്ത് നോക്കുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതാണ് നമ്മൾ ഈ ഫാക്ട്സ് അല്ലെങ്കിൽ റൂൾസ് വെച്ചിട്ട് അതിന് വേണ്ടിയിട്ട് കുറേ പ്രോഗ്രാംസ് ഉണ്ട്, അത് റൺ ചെയ്ത് നോക്കിയാണ് നമ്മൾ ഈ തിയറം പ്രൂവ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? സോ ക്വറി ഓർ നമ്മൾ കുറേ ഈ പോയിൻറ്റ്സ് ഓർത്ത് വെച്ചേക്കാം. നിങ്ങൾ എന്തൊക്കെ പഠിച്ചു? നമ്മൾ ഫാക്ട്സ് പഠിച്ചു, ഉള്ളത് ഹെഡ് പോർഷനും കൂടെ ഉള്ളതിനെ നമ്മൾ റൂൾസ് എന്ന് പറയുന്നു. അതിൽ നമ്മൾ ഫാക്ട്സ് റൂൾസും പഠിച്ചു. ഇനി അടുത്തെയാണ് നമ്മൾ ക്വറി അല്ലെങ്കിൽ ഗോൾ. ക്വറി അല്ലെങ്കിൽ ഗോൾ എന്ന് വെച്ചാൽ എന്താണ് നോക്കിക്കേ, ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഇനിഷ്യേറ്റ് ദ എക്സിക്യൂഷൻ ഓഫ് എ പ്രോഗ്രാം. ഓക്കെ, ഉണ്ടോ ഈ ക്ലോസിനകത്തും, അതായത് ഈച്ച് ക്ലോസിനകത്തും എന്ത് കാണും, കമ്പോസ്ഡ് ഓഫ് ടേംസ്, കോൺസ്റ്റൻസ് കാണും, വേരിയബിൾസ് ഒക്കെ കാണും. ഓക്കെ, സോ സ്ട്രക്ചർ കൺസിസ്റ്റ് ഓഫ് ആൻ ആറ്റം കാൾഡ് ദ ഫണ്ടർ ആൻഡ് എ ലിസ്റ്റ് ഓഫ് ആർഗ്യുമെൻറ്റ്സ്. അപ്പോൾ നമ്മൾ ഈ പ്രൊലോഗ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ സ്ട്രക്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, സ്ട്രക്ചറിനകത്ത് 2 പോർഷൻസ് കാണും, ഫണ്ടറും അതുപോലെ ആർഗ്യുമെൻറ്റ്സും. ഒന്നുമില്ല, ഫോർ എക്സാമ്പിൾ ഡേറ്റ്, ഇയർ, മന്ത്, ഡേ എന്ന് കൊടുത്തേക്കുന്നുണ്ടോ, അതിൽ ആ ഡേറ്റ്, അത് ആ പാരാന്തസിന് തൊട്ട് മുമ്പ് വരുന്ന പോർഷനാണ് നമ്മൾ ഫണ്ടർ എന്ന് പറയുന്നത്. എന്നിട്ട് നമ്മൾ ആർഗ്യുമെൻറ്റ്സ് ആയിട്ട് കൊടുക്കില്ല, എന്തൊക്കെയാണ് ഇയർ, മന്ത്, ഡേ, അതിനെയാണ് നമ്മൾ ലിസ്റ്റ് ഓഫ് ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ ട്രീ, ബ്രാക്കറ്റിനകത്ത് പാരാന്തസിനകത്ത് ട്രീ ഓഫ് 2, നിൽ. അപ്പോൾ ട്രീ എന്നുള്ളതാണ് ഫണ്ടർ, ബാക്കി ആ പാരാന്തസിനകത്ത് വരുന്നതെല്ലാം എന്താണ്, ലിസ്റ്റ് ഓഫ് ആർഗ്യുമെൻറ്റ്സ് ആണ്. സോ പ്രൊലോഗിനകത്ത് സ്ട്രക്ചർ കൺസിസ്റ്റ് ഓഫ് ആൻ ആറ്റം കോൾഡ് ദ ഫണ്ടറും അതുപോലെ തന്നെ ലിസ്റ്റ് ഓഫ് ആർഗ്യുമെൻറ്റ്സ്. നിങ്ങൾ ജസ്റ്റ് ഓർത്തിരുന്നാൽ മതി. ഓക്കെ, അതാണ് ശരിക്കും നമ്മുടെ പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത്. പ്രെഡിക്കേറ്റിൻ്റെ ഫോം ഇതാണ്, എന്താ, ഒരു ഫണ്ടറും കാണും, പിന്നെ എന്തും കാണും, ലിസ്റ്റ് ഓഫ് ആർഗ്യുമെൻറ്റ്സും കാണും. ഓക്കെ, സോ structures and predicates. Structure consists of an atom called the funder and a list of arguments. List of arguments എന്നാണ്. ഓക്കെ, അപ്പം സ്ട്രക്ചറിനകത്ത് എന്ത് കാണും, ഒരു ഫണ്ടറും കാണും, ലിസ്റ്റ് ഓഫ് ആർഗ്യുമെൻറ്റ്സും കാണും. ഫോർ എക്സാമ്പിൾ കണ്ടോ, റെയിനി, റോച്ചസ്റ്റർ. അപ്പോൾ റെയിനി എന്നുള്ളതായിരിക്കും ഫണ്ടർ, റോച്ചസ്റ്റർ എന്നുള്ളതായിരിക്കും ആർഗ്യുമെൻറ്റ്. ടീച്ചേഴ്സ്, കോട്ട്, CS 254. ടീച്ചേഴ്സ് എന്നുള്ള ഈ ബാർ, കൊമ, ഗ്ലാർച്ചൊക്കെ എന്തായിരിക്കും, ആർഗ്യുമെൻറ്റ്സ് ആയിരിക്കും. ഓക്കെ, സോ എപ്പോഴും പ്രൊലോഗിനകത്ത് ഫണ്ടർ കഴിയുമ്പോഴായിരിക്കും പാരാന്തസിസ് ഓപ്പൺ ആവുന്നത്. ഓക്കെ, we use the term predicate to refer to the combination of a funder and arity. ഫണ്ടർ എന്ന് വെച്ചാൽ നമ്മൾ മുമ്പേ പറഞ്ഞത്, അതായത് ഇപ്പോൾ റെയിനി ഓഫ് റോച്ചസ്റ്ററിനകത്ത് റെയിനി ആയിരിക്കും എന്ത്, ഫണ്ടർ. ഈ റോച്ചസ്റ്ററിനെ ആർഗ്യുമെൻറ്റ്സ് എന്നും പറയാം, അതുപോലെ തന്നെ വേറൊരു പേരും പറയാം, അരിറ്റി, ARITY, അരിറ്റി എന്നും പറയും. ഓക്കെ, അപ്പോൾ പ്രെഡിക്കേറ്റ് എന്ന് പറഞ്ഞിട്ട് ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ഫണ്ടർ ആൻഡ് ആർഗ്യുമെൻറ്റ്സ്. ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുന്ന വേറൊരു പേരാണ് എന്ത്, അരിറ്റി. അപ്പോൾ ആ റെയിനി ഓഫ് റോച്ചസ്റ്ററിനകത്ത് എത്ര അരിറ്റി ഉണ്ട്, ഒരു ഫണ്ടർ അല്ലേ, ഇത് പ്രെഡിക്കേറ്റ് റെയിനി. റെയിനി എന്ന് പറയുന്ന പ്രെഡിക്കേറ്റിനകത്ത് എത്ര അരിറ്റി ഉണ്ട്, ഒരെണ്ണം, ഏതാ, റോച്ചസ്റ്റർ മാത്രം. പക്ഷേ ടീച്ചേഴ്സിനകത്ത് എത്ര അരിറ്റി ഉണ്ട്, 2 എണ്ണം ഉണ്ട്. കാര്യം ഏതൊക്കെയാണ്, സ്കോട്ടും CS 254. അപ്പോൾ ജസ്റ്റ് ലിസ്റ്റ് ഓഫ് ആർഗ്യുമെൻറ്റ്സിനെയാണ്, എത്ര ആർഗ്യുമെൻറ്റ്സ് ഉണ്ടോ അതിനെയാണ് നമ്മൾ അരിറ്റി എന്ന് പറയുന്നത്. ഈ ഫണ്ടറും അരിറ്റി അല്ലെങ്കിൽ ആർഗ്യുമെൻറ്റ്സിൻ്റെ കോമ്പിനേഷനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഫാക്ട്സ് ആൻഡ് റൂൾസ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഫാക്ട്സും റൂൾസും നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, നമ്മളിപ്പോൾ പറഞ്ഞത് തന്നെയാണ്. So queries. It is also possible to write a clause with an empty left hand side. Such a clause are called a query or a goal. നമ്മൾ പറഞ്ഞ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എംറ്റി ആയിട്ട് വരുന്ന ക്ലോസിനെയാണ് ക്വറീസ് എന്ന് പറയുന്നത്. ക്വറി നമ്മൾ മാർക്ക്, നമ്മളിവിടെ കണ്ടോ, റെയിനി ഓഫ് സീറ്റിൽ, റെയിനി ഓഫ് റോച്ചസ്റ്റർ, ക്വസ്റ്റ്യൻ മാർക്ക്, റെയിനി ഓഫ് സി. അപ്പോൾ ആദ്യ 2 എണ്ണം ഫാക്ട്സ് ആണ്, ഹെഡ് പോർഷൻ ഇല്ല, അപ്പം പിന്നെ റൈറ്റ് ഹാൻഡ് സൈഡ് എംറ്റി ആണ്, സോ അത് ഫാക്ട്സ് ആണ്. ആ മൂന്നാമത്തെ ലൈൻ എന്താ കാണിക്കുന്നത്, അതൊരു ക്വറിയാണ് കാണിക്കുന്നത്. ഓക്കെ, ക്വറി അല്ലെങ്കിൽ ഗോളാണ് ക്വസ്റ്റ്യൻ മാർക്ക്, റെയിനി ഓഫ് സി എന്ന്. അപ്പം ഒരു ക്വറി നമ്മൾ സ്പെഷ്യൽ സിമ്പിൾ വെച്ചിട്ടാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത്, അതാണ് ക്വസ്റ്റ്യൻ മാർക്ക്. ഓക്കെ, സോ നെക്സ്റ്റ് ടോപ്പിക് ഈസ് റെസൊല്യൂഷൻ.
അത് നോക്കിയിട്ട് പുതിയ റൂൾസ് ഇൻഫർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മളെന്ന് പറയുന്നത് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. റെസൊല്യൂഷൻ ഇസ് എ പ്രോസസ് ഓഫ് മേക്കിംഗ് ആൻ ഇൻഫറൻസ് ഫ്രം ടു ഹോൺ ക്ലോസ്. റെസൊല്യൂഷൻ ഈസ് എ പ്രോസസ് ഓഫ് മേക്കിംഗ് ആൻ ഇൻഫറൻസ് ഫ്രം ടു ഹോൺ ക്ലോസ്. അപ്പോൾ രണ്ട് ഹോൺ ക്ലോസിൽ നിന്ന് എന്താണ് നമ്മളൊരു ഇൻഫറൻസ് മേക്ക് ചെയ്യുന്നു, അതിനെയാണ് നമ്മൾ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ഇതിനകത്ത് നോക്കിയാൽ അറിയാം നമ്മൾ എങ്ങനെയാണ് പുതിയ ഇൻഫറൻസ് അല്ലെങ്കിൽ പുതിയ റെഫറൻസ് അല്ലെങ്കിൽ റൂള് നമ്മൾ എങ്ങനെയാണ് ഇൻഫർ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ നിങ്ങൾക്ക് രണ്ട് ഹോൺ ക്ലോസ് തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിനകത്ത് സിമിലറായിട്ട് വരുന്ന ടേംസ് ഉണ്ടെങ്കിൽ അത് ക്യാൻസൽ ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് കണ്ടുപിടിക്കുന്നത്. ഫോർ എക്സാമ്പിൾ എ ബി ഇംപ്ലൈസ് സി, സി ഇംപ്ലൈസ് ഡി. കണ്ടോ, എ ബി ഇംപ്ലൈസ് സി, സി ഇംപ്ലൈസ് ഡി. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്കറിയാം കോമൺ ആയിട്ട് വരുന്ന ടേംസ് ഏതാണ്, സി. അപ്പോൾ ആ രണ്ട് സി നമ്മൾ ക്യാൻസൽ ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, എ ബി ഇംപ്ലൈസ് ഡി എന്നുള്ള ഒരു ഇൻഫറൻസിലോട്ട് എത്തിച്ചേരാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് പി പി ടി തരാം, അത് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. ഇതിപ്പോൾ പ്രസൻറ്റേഷൻ വന്നപ്പോൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കിടക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ സി ഇംപ്ലൈസ് എ ബി, ഡി ഇംപ്ലൈസ് സി, അല്ലെങ്കിൽ എ ബി ഇംപ്ലൈസ് സി, സി ഇംപ്ലൈസ് ഡി. അപ്പോൾ ഇങ്ങനെ റെസൊല്യൂഷൻ പ്രോസസ് എന്താണെന്ന് വെച്ചാൽ രണ്ട് ഹോൺ ക്ലോസ് തരുമ്പോൾ അതിനകത്ത് കോമൺ ആയിട്ട് വരുന്ന ടേംസ് മാറ്റിയിട്ട് ബാക്കി നമ്മൾ വെച്ചിട്ട് ഇൻഫർ ചെയ്യുന്നു, ഒരു റൂള് ഇൻഫർ ചെയ്യുന്നു. ഓക്കെ, സോ ഇവിടെ പറയുന്നുണ്ട് if under definition നോക്കിയാൽ when applied to horn clause resolution says, ഒരു ഹോൺ ക്ലോസിനകത്ത് നമ്മൾ എന്താണ് റെസൊല്യൂഷൻ എന്നുള്ളത് പറയുക. if B is the head of one horn clause and it matches a term in another horn clause. നോക്കിയേ, ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതേണ്ടേ, ഇതൊരു ഹോൺ ക്ലോസ്, ഇതൊരു ഹോൺ ക്ലോസ്. അതെ, സി ഇംപ്ലൈസ് എ ബി, അടുത്ത് എന്തായിരുന്നു, ഡി ഇംപ്ലൈസ് സി. ഓക്കെ, ഇഫ് നോക്കിയേ, ഇഫ് ബി ഈസ് ദ if B is the എന്തായിരുന്നു അടുത്ത ടേം, എന്താ, if B is the നോക്കിക്കേ അടുത്ത ഇത് നോക്കി, if B is the head of one clause. So if B is the head of one clause, B is the head of one clause. ഇതാണ് ഫസ്റ്റ് ക്ലോസ്. ഈ ഫസ്റ്റ് ക്ലോസിൻ്റെ ഹെഡാണെന്ത്, ഇതാണ്ടിത് സി. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇൻഫറൻസ്, നമ്മുടെ ഡെഫിനിഷൻ എങ്ങനെയാണ്, if B is the head of one clause. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ കേസിൽ അതെന്താണ്, സി ആണ്. ആദ്യത്തെ ക്ലോസിൻ്റെ ഹെഡ് എന്താണെന്ന് വിചാരിക്കുക, ബി ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ കേസിൽ അത് സി ആണ്, കാര്യം സി ഇംപ്ലൈസ് എ ബി എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ക്ലോസ്. അപ്പോൾ ഇതിനെ നമ്മൾ ആദ്യം ഹെഡായിട്ട് വെക്കുക. ഓക്കെ, ഹെഡായിട്ട് വെച്ചു, അല്ലെങ്കിൽ എച്ച് എന്നോ ബി എന്നോ എന്തെങ്കിലും. ഇനി ഇതിന് മാച്ച് ആവുന്ന, അതായത് സി എന്ന് പറയുന്നതാണ് നമ്മുടെ ഇവിടുത്തെ ഹെഡ്, അതിന് മാച്ച് ആവുന്ന ഏതെങ്കിലും ക്ലോസിൽ അപ്പുറത്ത് വരുന്നുണ്ടോ നോക്കാം. ഓക്കെ, സോ അടുത്ത സെൻറ്റൻസ് നോക്കിയേ, ആൻഡ് ഇറ്റ് മാച്ചസ് എ ടേം ഇൻ അനദർ ഹോൺ ക്ലോസ്. രണ്ടാമത്തേനകത്ത് വരുന്നുണ്ടോ നോക്കുക. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഞാൻ ഇവിടെ എഴുതാം, എ ബി ഇംപ്ലൈസ് സി, ദെൻ സി ഇംപ്ലൈസ് ഡി, ഇങ്ങനെയല്ലായിരുന്നു. സോ എന്ത് നമ്മൾ പറഞ്ഞത് ഉണ്ട്, ഇഫ് ബി ഈസ് ദ, അല്ലെങ്കിൽ എച്ച് ഈസ് ദ ഹെഡ് ഓഫ് വൺ ഫസ്റ്റ് അല്ലെങ്കിൽ വൺ ഹോൺ ക്ലോസ്. ആദ്യത്തെ ഹോൺ ക്ലോസിൻ്റെ ഹെഡ് നമ്മൾ എച്ചാന്ന് കിട്ടിയ ആ എച്ചിന് മാച്ച് ചെയ്യുന്ന ഏതെങ്കിലും ഉണ്ടോ നോക്കാം. നമ്മുടെ കേസിൽ ആദ്യത്തെ ഹെഡ് ഇവിടെ സി ആണ്. ആ ഹെഡ് മാച്ച് ചെയ്യുന്ന രണ്ടാമത്തിനകത്ത് ഉണ്ടോ നോക്കും, ഉണ്ട്, സി ഉണ്ട് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ ബോഡി എന്താണോ, ഇത് ഹെഡാണെങ്കിൽ ഇത് ബോഡിയാണല്ലോ, ഈ ഹെഡിൻ്റെ ബോഡി എന്താണോ അത് ഇവിടെ റീപ്ലേസ് ചെയ്യണം. ദാറ്റ് മീൻസ് എന്ത് വരും, ഡി ഇംപ്ലൈസ് ഇതിൻ്റെ ബോഡി എന്താ, എ ബി, അതിങ്ങോട്ട് എടുത്ത് വെക്കും. അതായത് ഇത് ക്യാൻസൽ ചെയ്തിട്ട്, അത് ആദ്യത്തെ ഹോൺ ക്ലോസിൽ നമുക്കൊരു ഹെഡ് കിട്ടി. ആ ഹെഡിനെ മാച്ച് ചെയ്യുന്ന ഏതെങ്കിലും രണ്ടാമത്തെ ഹോൺ ക്ലോസിലുണ്ട് എങ്കിൽ ആ രണ്ടാമത്തതിൻ്റെ ബോഡി മാറ്റിയിട്ട് ആദ്യത്തെ ഹെഡിൻ്റെ ബോഡി ഏതാണോ അതിവിടെ റീപ്ലേസ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ പുതിയ റൂൾസ് ഇൻഫർ ചെയ്യുന്നത്. ഇതിനെയാണ് നമ്മൾ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. അതാണ് ഈ ഒരു സെൻറ്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇഫ് എച്ച് ഇസ് ദ ഹെഡ് ഓഫ് വൺ ക്ലോസ്, if H is the head of one horn clause and it matches a term in another horn clause, then that term can be replaced by the RHS of head. That means ആ ഹെഡിൻ്റെ RHS അല്ലെങ്കിൽ ആ ബോഡി കൊണ്ട് ഇതിനെ നമ്മൾ റീപ്ലേസ് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ കണ്ടോ, ഓൾഡർ ഓഫ് എക്സ് വൈ ഇംപ്ലൈസ് പേരൻ്റ് ഓഫ് എക്സ് വൈ, വൈസർ ഓഫ് എക്സ് വൈ, ഓൾഡർ ഓഫ് എക്സ് വൈ. നിങ്ങൾക്കറിയാം ഫസ്റ്റ് ഓൾഡർ ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന ഹെഡ് രണ്ടാമത്തേനകത്ത് ഓൾഡർ ഓഫ് എക്സ് വൈയോട് മാച്ച് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആദ്യത്തെ ബോഡി പാർട്ടായ പേരൻ്റ് എക്സ് വൈ എടുത്ത് നമുക്ക് ഇവിടെ എഴുതാം. സോ വൈസർ ഓഫ് എക്സ് വൈ ഈസ് ഈക്വൽ ടു പേരൻ്റ് ഓഫ് എക്സ് വൈ. ദാറ്റ് മീൻസ് ഇത് അങ്ങ് ക്യാൻസൽ ചെയ്ത് പോയിട്ട്
നമുക്കിതിന് ഇവിടെ നിന്ന് എന്ത് ചെയ്യാം, ഇതിനെ ഇങ്ങോട്ട് റീപ്ലേസ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇൻസ്റ്റാൻസിയേഷൻ ആൻഡ് യൂണിഫിക്കേഷൻ. ഓക്കെ, ഡ്യൂറിങ് റെസൊല്യൂഷൻ തിയറം സോൾവേഴ്സ് മേക്ക് ഇൻഫറൻസസ് ബേസ്ഡ് ഓൺ ഫാക്ട്സ് ആൻഡ് റൂൾസ്. ഓക്കെ, അപ്പം നമുക്കറിയാം റെസൊല്യൂഷൻ സമയത്ത് നമുക്ക് തന്നേക്കുന്ന ഫാക്ട്സിൻ്റെ പ്രെഡിക്കേറ്റ്സിൻ്റെയൊക്കെ ബേസിസിൽ തിയറം സോൾവേഴ്സ് എന്ത് ചെയ്യുന്നത്, ഇൻഫറൻസസ് മേക്ക് ചെയ്യുന്നത്. ഇൻസ്റ്റാൻസിയേഷൻ ഇസ് അസൈൻമെൻറ്റ് ഓഫ് വേരിയബിൾസ് ടു വാല്യൂസ് ഡ്യൂറിങ് റെസൊല്യൂഷൻ. റെസൊല്യൂഷൻ സമയത്ത് വേരിയബിൾസിന് വാല്യൂസ് അസൈൻ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഇൻസ്റ്റാൻസിയേഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് റീപ്ലേസ് വേരിയബിൾസ് വിത്ത് വാല്യൂസ്. ആ വേരിയബിൾസ് മാറ്റി അവിടെ വാല്യൂ അസൈൻ ചെയ്യും. ആ പ്രോസസ്സിനാണ് ഇൻസ്റ്റാൻസിയേഷൻ എന്ന് പറയുന്നത്. Unification is a process that determines the specific instantiation that can be made to variables during a series of simultaneous resolution. യൂണിഫിക്കേഷൻ വെച്ചാൽ എന്താണ്, ആ റെസൊല്യൂഷൻ പ്രോസസ് ടൈമിൽ ഏതൊക്കെ വേരിയബിൾസിനാണ് the specific instantiation that can be made to the variables during the resolution process. Okay, ഇവിടെ നോക്കിയാൽ അറിയാം, ഫ്ലവറി ഓഫ് എക്സ് ഇംപ്ലൈസ് റെയിനി ഓഫ് എക്സ്, അല്ലെങ്കിൽ റെയിനി ഓഫ് എക്സ് ഇംപ്ലൈസ് ഫ്ലവറി ഓഫ് എക്സ്, റെയിനി ഓഫ് റോച്ചസ്റ്റർ. ദെൻ അവൻ്റെ ഒരു കൺക്ലൂഷനായിട്ട് അല്ലെങ്കിൽ ഒരു ഇൻഫറൻസ് ആയിട്ട് ഫ്ലവറി ഓഫ് റോച്ചസ്റ്റർ. ഇവിടെ നിങ്ങൾ നോക്കിയാൽ അറിയാം, റെയിനി ഓഫ് എക്സിലോട്ടാണ് നമ്മൾ ഫ്ലവറി ഓഫ് എക്സ് കൊടുക്കുന്നത്. സോ എക്സ് ആണ് ഈ റെയിനി ഓഫ് എക്സിലെ ഈ എക്സ് തന്നെയാണ് ഇങ്ങോട്ട് പോകുന്നത്. ആ റെയിനി ഓഫ് എക്സിന് വാല്യൂ ഇവിടെ കൊടുത്തിട്ടുണ്ട് റോച്ചസ്റ്ററിന്. സോ നമുക്ക് എന്ത് പറയാം, ഈ റോച്ചസ്റ്ററാണ് ഇവിടെ വരുന്നത്, ഇതാണ് നമുക്കിവിടെ അസൈൻ ചെയ്യാൻ പറ്റും അല്ലേ. എക്സിൻ്റെ വാല്യൂ ഇവിടെ റോച്ചസ്റ്റർ എന്ന് പറയുന്നുണ്ട്. സോ ദ ഫ്രീ വേരിയബിൾ എക്സ് അക്വയർഡ് വാല്യൂ റോച്ചസ്റ്റർ. ഫ്രീ വേരിയബിളായ എക്സ് എന്ത് വാല്യൂ അക്വയർ ചെയ്യും, റോച്ചസ്റ്റർ എന്ന് പറയുന്ന വാല്യൂ അക്വയർ ചെയ്യും. എപ്പോൾ, ഡ്യൂറിങ് ദ റെസൊല്യൂഷൻ. അങ്ങനെ അക്വയർ ചെയ്യുന്ന റെസൊല്യൂഷൻ പ്രോസസ്സ് വഴി അത് അക്വയർ ചെയ്യും, അത് അസൈൻ ചെയ്യും. ഏതാ, എക്സിന് നമ്മൾ റോച്ചസ്റ്റർ എന്ന് പറയുന്ന വാല്യൂ അസൈൻ ചെയ്യും. ആ ഒരു പ്രോസസ്സിനാണ് നമ്മൾ യൂണിഫിക്കേഷൻ എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്നുമില്ല, റെയിനി ഓഫ് എക്സ് എന്ന് കൊടുത്തിട്ട് താഴെ നമ്മൾ ആ എക്സിന് റോച്ചസ്റ്റർ എന്ന വാല്യൂ കൊടുത്തു. സോ റെയിനി ഓഫ് എക്സ് നമ്മൾ ഫ്ലവറി ഓഫ് എക്സിലോട്ട് നമ്മൾ അസൈൻ ചെയ്യുന്നുണ്ട്. സോ ഓട്ടോമാറ്റിക്കലി ആ ഫ്ലവറി ഓഫ് എക്സിനകത്ത് ആ എക്സിന് എന്ത് വാല്യൂ കിട്ടും, റോച്ചസ്റ്റർ എന്നുള്ള വാല്യൂ കിട്ടും. സോ ദ ഫ്രീ വേരിയബിൾ എക്സ് അക്വയർഡ് ദ വാല്യൂ റോച്ചസ്റ്റർ ഡ്യൂറിങ് ദ റെസൊല്യൂഷൻ ആൻഡ് ദിസ് ഇസ് നോൺ ആസ് ദ യൂണിഫിക്കേഷൻ. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. നമ്മൾ മുമ്പേ പറഞ്ഞ ടേം തന്നെ ഇവിടെ പറഞ്ഞേക്കാണ്. ഇതൊരു എക്സാമ്പിളാണ്, റെസൊല്യൂഷൻ പ്രൊലോഗിനകത്ത് റെസൊല്യൂഷനുള്ളൊരു എക്സാമ്പിൾ പറഞ്ഞേക്കാണ്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ അറിയാം, ഇവിടെ 4 ഫാക്ട്സ് തന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ 4 ഫാക്ട്സ് തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്, Jane Doe CS254 takes Ajit Chandra R302 takes Ajit Chandra CS254. ഇത്രയും 4 ഫാക്ട്സ് ആണ്. പിന്നെ നിങ്ങൾക്ക് ഒരു റൂൾ വന്നിട്ടുണ്ട്. എന്താ റൂള്, ക്ലാസ്മേറ്റ്സ് XY ഈസ് ടു എന്താണ്, ടേക്സ് ഓഫ് XZ, ടേക്സ് ഓഫ് YZ. എന്നിട്ട് ഒരു അസംഷനാണ് അല്ലേ, ഒരു അസംഷൻ പറഞ്ഞേക്കാണ്. എന്താണ് അസംഷൻ, ലാസ്റ്റിലത്തത് റൂളല്ല, 4 ഫാക്ട്സ് തന്നിട്ടുണ്ട്. 4ാമത്തെ ഒരു അസംഷൻ തന്നേക്കാണ്. അത് ട്രൂ ആണോ ഫോൾസ് ആണോ നമുക്ക് ചെക്ക് ചെയ്യാൻ പോവാം. ഓക്കെ, ഇവിടെ ഒന്നുമല്ല ഉദ്ദേശിക്കുന്നത്. ക്ലാസ്മേറ്റ്സ് ഓഫ് XY ഇസ് ഈക്വൽ ടേക്സ് ഓഫ് XZ, ടേക്സ് ഓഫ് YZ. ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത് അറിയോ, എക്സ് എന്നും വൈ എന്നും പറയുന്ന 2 ഫാക്കൽറ്റീസിൻ്റെ പേരാണ്. ആരാണ് എക്സ്, ജെയിൻ ഡോ ആണ് എക്സ്, വൈ ആരാണ്, അജിത് ചന്ദ്ര. ഓക്കെ, എന്നിട്ട് അപ്പോൾ എക്സും വൈയും മനസ്സിലായല്ലോ. ഇസഡ് എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റിൻ്റെ പേരാണ്. അതാണ് ഹിസ് 205, CS254, ആർട്സ് 302, CS254. ഓക്കെ, നമ്മുടെ അസംഷൻ ഇങ്ങനെയാണ്, ടേക്സ് ഓഫ് XZ, ടേക്സ് ഓഫ് YZ. അതായത് എക്സും വൈ എന്ന് പറയുന്ന 2 ഫാക്കൽറ്റീസ് ഇസഡ് എന്ന് പറയുന്ന സെയിം സബ്ജക്റ്റ് എടുക്കുകയാണെങ്കിൽ അവരെന്തായിരിക്കും, ക്ലാസ്മേറ്റ്സ് ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? എക്സ് എന്നും വൈ എന്നും പറയുന്ന 2 ഫാക്കൽറ്റീസ് ഇസഡ് എന്ന് പറയുന്ന സെയിം സബ്ജക്റ്റ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ അസംഷൻ എന്താണ്, അവർ എന്തായിരിക്കും എന്നാണ്, ക്ലാസ്മേറ്റ്സ് ആയിരിക്കും എന്നാണ്. സോ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു, ടേക്സ് ഓഫ് XZ, ടേക്സ് ഓഫ് XZന് മാച്ച് ആവുമെന്ന് പറഞ്ഞാൽ നോക്കും. സോ എക്സ് എന്ന് പറഞ്ഞാൽ ആരായിരുന്നു നമ്മുടെ അടുത്ത്, ജെയിൻ ഡോ. അപ്പോൾ ഇസഡ് ഒരേപോലെ വരുന്ന ഏതെങ്കിലും ഉണ്ടോ നിങ്ങളെന്ന് ആ റൂളിനകത്ത് നോക്കിക്കേ, ഉണ്ട്, 254 അല്ലേ, CS254. അപ്പോൾ നമ്മൾ ആദ്യം ടേക്സ് ജെയിൻ ഡോ CS254 എടുക്കുന്നു. ആ രണ്ടാമത്തെ ഇതെടുക്കുന്നു, കണ്ടേ ഇതെടുക്കുന്നു.
ഇതെടുക്കുന്നു, ടേക്സ് ജെയിൻഡോ CS254 എടുക്കുന്നു. ഓക്കെ, അപ്പം ഇതെടുത്തിട്ട് നമ്മൾ എന്ത് ചെക്ക് ചെയ്യുന്നു, ഇതിന് മാച്ചാവുന്ന ഏതെങ്കിലും അടുത്തതിലുണ്ടോ എന്ന് നോക്കും. ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കിക്കേ. വേണ്ട, ഇത് നമ്മൾ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ അടുത്ത ഏതെങ്കിലും ഇതുമായിട്ട് നമ്മൾ ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്യുന്ന സമയത്ത് നോക്കിക്കേ ഏതെങ്കിലും ഉണ്ടോ എന്ന്. എക്സും ഇസഡും അപ്പോൾ എങ്ങനെ വരും, നിങ്ങൾ ഇവിടെ ഒന്ന് എഴുതി നോക്കണം. ഇവിടെ ഇതാണ്ടേ, ക്ലാസ്മേറ്റ്സ് ഓഫ് XY ഇസ് ഈക്വൽ ടു ടേക്സ് ഓഫ് ജെയിൻ CS254, പിന്നെ എന്താണുള്ളത് ടേക്സ് ഓഫ്, പിന്നെ ആരാണുള്ളത് വൈയും, അതുപോലെ തന്നെ ഇസഡിൻ്റെ വാല്യൂ എന്തോ CS25 അല്ലേ. ഇസഡ് സെയിം സബ്ജക്റ്റ് അല്ലേ, അപ്പോൾ നമ്മളിത് കൊടുത്തു. സോ നമ്മുടെ ഇതിന് മാച്ചാവുന്ന ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കും. നോക്കുമ്പോഴത്തേക്കിനും ദ ഹെഡ് മാച്ചസ് വിത്ത് ദിസ് അല്ലേ. ഈ ഹെഡ് എന്തിന് മാച്ച് ചെയ്യുന്നത്, നമ്മൾ ഇതല്ലേ നമ്മുടെ ഹെഡ്, നമ്മൾ ആദ്യത്തെ ക്ലോസിൻ്റെ ഹെഡ് എടുത്തു. ഈ ഹെഡ് എന്തിന് മാച്ച് ആവുന്നുണ്ട്, ഇതിന് മാച്ച് ആവുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ആ സെക്കൻഡ് ഫാക്ടർ, സെക്കൻഡ് ക്ലോസിലെ ഹെഡ് പോർഷൻ ഏതിന് മാച്ച് ആവുന്നുണ്ട്, നമ്മുടെ ഈ അസംഷനകത്തുള്ള ഈ ഹെഡ് പോർഷനുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മാച്ച് ആവുന്നുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ ബോഡി പാർട്ട് എന്താണോ അതിവിടെ ഇങ്ങോട്ട് എടുക്കാം. ഇവിടെ ബോഡി പാർട്ട് ഉണ്ടോ, ഇല്ല. അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ഇതിലൂടെ ക്ലബ് ചെയ്ത് കൊടുക്കാം. ദാറ്റ് മീൻസ് ക്ലാസ്മേറ്റ്സ് ഓഫ്, ഒന്നുകൂടെ എഴുതാം, ക്ലാസ്മേറ്റ്സ് ഓഫ് ജെയിൻ കോമ നമ്മുടെ അസംഷനാണ് വൈ ഇസ് ഈക്വൽ ടു, നമുക്ക് എന്തെന്ന് കൊടുക്കാം, ഓൾറെഡി നമ്മൾ കളഞ്ഞു. അപ്പോൾ പിന്നെ അടുത്തത് എന്താ, ടേക്സ് ഓഫ് Y, CS254 എന്ന് കൊടുക്കാം. കണ്ടോ, ഇതിൻ്റെ അർത്ഥം എന്താണ്, Y ഈസ് ദ ക്ലാസ്മേറ്റ് ഓഫ് എക്സ്. Y എക്സിൻ്റെ ക്ലാസ്മേറ്റ് ആവും എപ്പോഴാണ്, Y ഈസ് ദ ക്ലാസ്മേറ്റ് ഓഫ് എക്സ്. എക്സ് കിടക്കണം എപ്പോഴാണ്, അവർ രണ്ടുപേരും സെയിം സബ്ജക്റ്റ് എടുക്കുമ്പോൾ. സെയിം സബ്ജക്റ്റ് ഏതാണ്, ഇതാണ്. മനസ്സിലാവുന്നുണ്ടോ? ഉണ്ട്. ലെറ്റ് ഇവിടെ നിങ്ങൾ ആ ആൻസർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ്ടേ, ക്ലാസ്മേറ്റ്സ് ഓഫ് ജെയിൻ ഡോ Y ഇസ് ഈക്വൽ ടേക്സ് ഓഫ് Y, CS254. എൻ്റെ അർത്ഥം എന്താണ്, Y ഈസ് ദ ക്ലാസ്മേറ്റ് ഓഫ് ജെയിൻ ഡോ ഈഫ് എപ്പോഴാണ്, Y ഏത് സബ്ജക്റ്റ് എടുക്കുമ്പോൾ, CS254 എടുക്കുമ്പോൾ. ജസ്റ്റ് നമ്മളൊരു എക്സാമ്പിൾ വെച്ച് ഈ റെസൊല്യൂഷൻ പ്രോസസ്സ് ഒന്ന് കാണിക്കുന്നുണ്ടെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഒന്നുമില്ല, ഞാൻ ഒന്നുകൂടെ പറയാം. നിങ്ങൾക്ക് 4 ഫാക്ട്സ് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു അസംഷനും തന്നിട്ടുണ്ട് ലാസ്റ്റായിട്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ആദ്യം ഇസഡ് ഒരേപോലെ വരുന്നൊരു സബ്ജക്റ്റ് എടുക്കുക. അപ്പോൾ ഏതാണ്, CS254 ആണ്. അതിൻ്റെ ഹെഡ് പോർഷൻ എടുത്തു, ടേക്സ് ജെയിൻ ഡോ 254. അതുമായിട്ട് മാച്ച് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ലാസ്റ്റിലത്തെ സ്റ്റേറ്റ്മെൻറ്റ് അതുമായിട്ട് മാച്ച് ആവും. അപ്പോൾ നമുക്ക് അതിൻ്റെ ബോഡി പാർട്ട് എടുത്ത് ഇവിടെ അസൈൻ ചെയ്യാം. അതിൻ്റെ ബോഡി പാർട്ട് ഇല്ലാത്തതുകൊണ്ട് ഡയറക്റ്റ് ക്ലാസ്മേറ്റ്സ് ഓഫ് XY ഇസ് ഈക്വൽ ടു ടേക്സ് ഓഫ് Y, Z. ക്ലാസ്മേറ്റ്സ് ഓഫ് എക്സിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കും, ജെയിൻ ഡോ വൈയുടെ സ്ഥാനത്ത് Y എന്ന് തന്നെ കൊടുക്കുന്നു. ദെൻ ടേക്സ് ഓഫ് വൈയുടെ സ്ഥാനത്ത് Y തന്നെ കൊടുക്കുന്നു, Z254. ദാറ്റ് മീൻസ് Y is a classmate of Jane Doe if the Y takes the subject CS254. Okay. The pattern matching process used to associate X with Jane Doe and Z with CS254 is known as unification. കണ്ടോ, അപ്പം ആ പ്രോസസ്സ് ബൈ വിച്ച് ആ ജെയിൻ ഡോയ്ക്ക് എക്സ് എന്ന് പറയുന്ന വാല്യൂ അസോസിയേറ്റ് ചെയ്യുന്നു, ഇസഡിന് റിസൾട്ട്. ഈ യൂണിഫിക്കേഷൻ വഴി ആ വേരിയബിൾസിൻ്റെ ഒരു വാല്യൂസ് കിട്ടില്ലേ, അതിനെയാണ് നമ്മൾ ഇൻസ്റ്റാൻഷിയേറ്റഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, കുറച്ച് യൂണിഫിക്കേഷൻ റൂൾസാണ്, നിങ്ങളൊന്ന് പഠിച്ചു വച്ചേക്കണം. ഓക്കെ, ഇനി പ്രൊലോഗിനകത്തും നമുക്ക് കുറച്ച് ലിസ്റ്റിനകത്തോ കുറച്ച് ഓപ്പറേഷൻസ് നമ്മൾ പ്രൊലോഗിലും യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ലിസ്റ്റ് മാനിപ്പുലേഷൻ ഈസ് എ സഫിഷ്യൻറ്റ് കോമൺ ഓപ്പറേഷൻ ഇൻ പ്രൊലോഗ്. പ്രൊലോഗിനകത്ത് നമ്മൾ മെയിൻലി ലിസ്റ്റ് മാനിപ്പുലേഷൻ പ്രോസസ്സ് യൂസ് ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മൾ സാധാരണ സ്കീം എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ABC എന്നുള്ളൊരു സ്ട്രക്ചർ എഴുതാറില്ലേ, അത് തന്നെ നമ്മൾ ലിസ്റ്റിൽ എഴുതുന്നത് ഇങ്ങനെയാണ്: ഡോട്ട് A,
കോമ ഡോട്ട് പാരാന്തസിസ് ബി കോമ ഡോട്ട് സി കണ്ടോ. അപ്പോൾ ഓരോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും ഓരോ ഓപ്പറേഷൻസ് പല രീതിയിലാണ്. ജസ്റ്റ് എ ബി സി എന്ന് സ്കീമിൽ എഴുതുന്ന സാധനം നമ്മൾ പിന്നെ എന്താണ് പ്രൊലോഗിനകത്ത് എഴുതുന്നത് ഈ ഒരു മോഡലിൽ ആയിരിക്കും. ഇനി ഹാസ്കൽ എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഒരുപാട് ലിസ്റ്റ് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ഹാസ്കലിൽ ലിസ്റ്റ് കോൺകാറ്റിനേറ്റ് ചെയ്യാൻ ++ സിമ്പിൾ യൂസ് ചെയ്യാറുണ്ട്. ജസ്റ്റ് കോളൻ സിമ്പിൾ ഉപയോഗിച്ച് കോൺകാറ്റിനേറ്റ് ചെയ്യാറുണ്ട്. പിന്നെ അരിത്തമെറ്റിക് സീരീസ് ഒക്കെ സ്പെസിഫൈ ചെയ്യാൻ 2 കുത്ത് അത് യൂസ് ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ 5:2:7:9 എന്ന് വെച്ചാൽ എന്താ, കോളൻ എന്തിനാണ് ഉപയോഗിക്കുന്നത്, കോൺകാറ്റിനേഷൻ. സോ 5ഉം 2ഉം 7ഉം 9 കോൺകാറ്റിനേറ്റ് ചെയ്ത് ഒരുമിച്ചാക്കി വെച്ചേക്കുന്നു. അടുത്ത 1, 3 to 11 എന്ന് വെച്ചാൽ ഓഡ് നമ്പേഴ്സ് ഒരുമിച്ചാക്കുന്നു, 1 മുതൽ 11 വരെയുള്ള. അതുകൊണ്ട് 1, 3, 5, 7, 9, 11 കേട്ടോ. കോൺകാറ്റിനേഷനാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മളിവിടെ പറഞ്ഞുകൊണ്ടോ അരിത്തമെറ്റിക് സീരീസിന് അരിത്തമെറ്റിക് സീരീസിന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. സോ ഈ രണ്ടാമത്തിനകത്ത് ഇതാ സംഭവിച്ചേക്കുന്നത് 1, 3.11 എന്ന് പറയുമ്പോൾ ആ അരിത്തമെറ്റിക് സീരീസ് കംപ്ലീറ്റ് ഹാസ്കലിൽ കോൺകാറ്റിനേഷൻ. സോ 1, 3, 5ഉം 2, 4, 6ഉം കൂടെ ഒരുമിച്ച് കോൺകാറ്റിനേറ്റ് ചെയ്ത് എഴുതിയേക്കുന്നു. ഓക്കെ. അതുപോലെ തന്നെ ടെയിൽ ഓഫ് ദി ലിസ്റ്റ് an optional vertical bar that delimits the tail of the list. നമ്മൾ സാധാരണ ABC എന്ന് എഴുതാറില്ലേ, അതിന് നമ്മൾ ഹെഡ് പോർഷനും ടെയിൽ പോർഷനും വെച്ച് എഴുതി എങ്ങനെയാണെന്ന് കാണിച്ചേക്കാണ്. കണ്ടേ, A B C ഇങ്ങനെ കാണിച്ചതിൻ്റെ അർത്ഥം എന്താണ്, ഇതാണ് അതിൻ്റെ ഹെഡ് പോർഷൻ, ഇതാണ് അതിൻ്റെ ടെയിൽ പോർഷൻ. ഓക്കെ, ഇതാണ് അതിൻ്റെ ഹെഡ് പോർഷൻ, ഇതാണ് അതിൻ്റെ ടെയിൽ പോർഷൻ. അടുത്തതിനകത്ത് A B C എന്ന് പറയുമ്പോൾ ആദ്യം എയും ബിയും ആണ് അതിൻ്റെ ഹെഡ്, രണ്ടാമത്തെയാണ് അതിൻ്റെ ടെയിൽ പോർഷൻ. അടുത്തതിനകത്ത് A B C ആയിട്ട് ഒന്നുമില്ല, അന്നേരത്ത് എന്താണ് അവിടെ ടെയിൽ പോർഷൻ കാണിച്ചിട്ടില്ല. ഓക്കെ, then to handle arithmetic prologue provides a built-in predicate called is. അതുപോലെ തന്നെ അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ഒക്കെ പെർഫോം ചെയ്യാൻ വേണ്ടി പ്രൊലോഗിൽ ഉപയോഗിക്കുന്ന ഒരു ബിൽറ്റിൻ ആയിട്ടുള്ള ഒരു പ്രെഡിക്കേറ്റ് ആണ് ഈസ്. ഓക്കെ, ജസ്റ്റ് ഒന്നുമില്ല, ക്വസ്റ്റ്യൻ മാർക്ക് ഈസ് x,1+2 എന്ന് വെച്ചതിൻ്റെ അർത്ഥം 1ഉം 2ഉം കൂടെ ആഡ് ചെയ്യുക, അത് എക്സിലേക്ക് അസൈൻ ചെയ്യുക. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്ത് കിട്ടും, 3 കിട്ടും. അടുത്തതിനകത്ത് നോക്കിയാൽ ക്വസ്റ്റ്യൻ മാർക്ക് x=1+2 എന്ന് പറയുമ്പോൾ 1ഉം 2ഉം കൂടെ ആഡ് ചെയ്യുക, എക്സിലേക്ക് കൊടുക്കുക. ജസ്റ്റ് ഈസ് എന്ന് പറയുന്ന പ്രെഡിക്കേറ്റ് അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാനാണ് പ്രൊലോഗിൽ യൂസ് ചെയ്തെന്നുള്ളത് ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഓക്കെ, അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ് യൂണിവേഴ്സിറ്റിക്ക്. സെർച്ച് ഓർ എക്സിക്യൂഷൻ ഓർഡർ. സോ നമ്മൾ ഓൾറെഡി പഠിച്ചു, പ്രൊലോഗ് പ്രോഗ്രാം ഈസ് എ കളക്ഷൻ ഓഫ് ഡേറ്റാബേസ് ഓർ നമ്മൾ 2 അപ്രോച്ചസ് ആണ് യൂസ് ചെയ്യുന്നത്. ഹൗ ഡസ് പ്രൊലോഗ് ഗോ എബൌട്ട് ആൻസറിങ് എ ക്വറി, ഒരു ക്വറി അല്ലെങ്കിൽ ഒരു ഗോൾ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് പ്രൊലോഗ് 2 രീതിയാണ്, അപ്രോച്ചസ് ആണ് യൂസ് ചെയ്യുന്നത്. ഒന്നാണ് ബോട്ടം അപ്പ് റെസൊല്യൂഷൻ അല്ലെങ്കിൽ ഫോർവേഡ് ചെയിനിങ്, രണ്ടാമത്തെയാണ് ടോപ്പ് ഡൗൺ റെസൊല്യൂഷൻ അല്ലെങ്കിൽ ബാക്ക്വേഡ് ചെയിനിങ്. ഓക്കെ, സോ ഒന്നുമില്ല, ബാക്ക്വേർഡും ഫോർവേഡും. ഫോർവേഡ് എന്ന് വെച്ചാൽ ഫോർവേഡ് പ്രോസസ്സിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ, നമുക്ക് ഓൾറെഡി കുറച്ച് ഫാക്ട്സ് അല്ലെങ്കിൽ റൂൾസ്, നമുക്ക് കുറച്ച് ഫാക്ട്സ് കാണും. ഈ ഫാക്ട്സ് യൂസ് ചെയ്ത് നമ്മൾ ഗോൾ അച്ചീവ്, നമുക്കറിയാം നമ്മൾ ഓൾറെഡി എന്തൊക്കെ പഠിച്ചിട്ടുണ്ട്, ഫാക്ട്സ് ഉണ്ട് നമുക്ക്, അല്ലെങ്കിൽ റൂൾസ് ഉണ്ട്. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, ഗോൾ അച്ചീവ് ചെയ്യുക, അല്ലെ, തിയറംസ് പ്രൂവ് ചെയ്യാം. ഗോളാണ് തിയറം, അത് പ്രൂവ് ചെയ്യാം. സോ നമുക്കുള്ള ഫാക്ട്സിൽ നിന്ന് നമ്മൾ ഗോളിലോട്ട് എത്തിച്ചേരുന്നു. ആ പ്രോസസ്സിനാണ് നമ്മൾ ഫോർവേഡ് ചെയിനിങ് എന്ന് പറയുന്നത്. ബാക്ക്വേഡ് ചെയിനിങ് എന്ന് വെച്ചാൽ നമുക്ക് ഓൾറെഡി ഗോള് കാണും. ആ ഗോള് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ആ ഗോൾ ട്രൂ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി, ഗോൾ ട്രൂ ആകത്തക്ക രീതിയിൽ നമ്മൾ ഫാക്ട്സ് എന്ത് ചെയ്യും, പ്രോസസ്സ് ചെയ്യും. ഓക്കെ, നിങ്ങൾ നോക്കിയാൽ അറിയാം, സ്റ്റാർട്ട് വിത്ത് എക്സിസ്റ്റിംഗ് ക്ലോസസ് ആൻഡ് വർക്ക് ഫോർവേഡ് അറ്റംപ്റ്റിംഗ് ടു ഡിറൈവ് ദ ഗോൾ. നമ്മൾ ക്ലോസിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യും, വർക്ക് ചെയ്ത് ഗോളിലോട്ട് പോവുകയാണെങ്കിൽ അതിനെ ഫോർവേഡ് ചെയിനിങ് എന്ന് പറയും. ഇനി തിരിച്ച് ഗോളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ബാക്ക്വേർഡായിട്ട് പോയിട്ട് ഓരോരോ ക്ലോസും വർക്ക് ചെയ്ത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നതിനാണ് നമ്മൾ ബാക്ക്വേർഡ് ചെയിനിങ് എന്ന് പറയുന്നത്.
നമ്പർ ഓഫ് റൂൾസ് കൂടുതലും നമ്പർ ഓഫ് ഫാക്ട്സ് കുറവാണ് എങ്കിൽ, നമ്പർ ഓഫ് എക്സിസ്റ്റിംഗ് റൂൾസ് കൂടുതലും എന്നാൽ നമ്പർ ഓഫ് ഫാക്ട്സ് കുറവാണ് എങ്കിൽ ഫോർവേഡ് ചെയിനിങ് ആയിരിക്കും ഏറ്റവും പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത് ബാക്ക്വേർഡ് ചെയിനിങ് ആണ്. ഓക്കെ, ഇവിടെ പറഞ്ഞിട്ടുണ്ട് ജസ്റ്റ് ബാക്ക്വേർഡ് ചെയിനിങ് ആണ് യൂഷ്വലി മോർ എഫിഷ്യൻറ്റ്. അതുകൊണ്ടാണ് പ്രൊലോഗിൽ നമ്മൾ ഇത് യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, പിന്നെ മുമ്പ് പറഞ്ഞ പോലെ ഫാക്ട്സ് കുറവും റൂൾസ് കൂടുതലും ആണ് എങ്കിൽ എഫിഷ്യൻ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഫോർവേഡ് ചെയിനിങ് ആണ്. ഫോർവേഡ് എന്ന് വെച്ചാൽ നമ്മുടെ ആക്സിയംസ് അല്ലെങ്കിൽ ഫാക്ട്സിൽ നിന്ന് തുടങ്ങി ഗോൾ അച്ചീവ് ചെയ്യുന്നത്, തിരിച്ച് ഗോളിൽ നിന്ന് തുടങ്ങി ബാക്ക്വേർഡ് പോയിട്ട് റൂൾസ് വഴി അത് ട്രൂ ആണോ ചെക്ക് ചെയ്യുന്നതാണെന്ത് ബാക്ക്വേർഡ് ചെയിനിങ്. പ്രൊലോഗ് യൂസ് ചെയ്യുന്നത് ബാക്ക്വേർഡ് ചെയിനിങ് ആണ്. ഇതാണ് ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ 3 റൂൾസ് തന്നിട്ടുണ്ട്, 3 ഫാക്ട്സ് തന്നിട്ടുണ്ട്. റെയിനി ഓഫ് സീറ്റിൽ, റെയിനി ഓഫ് റോച്ചസ്റ്റർ, കോൾഡ് ഓഫ് റോച്ചസ്റ്റർ. എന്നിട്ടൊരു റൂൾ വന്നിട്ടുണ്ട്, സ്നോവി ഓഫ് എക്സ് ഈക്വൽ ടു റെയിനി ഓഫ് എക്സ്, കോൾഡ് ഓഫ് എക്സ്. ദെൻ നമുക്ക് പ്രൂവ് ചെയ്യേണ്ട ഗോൾ എന്ന് പറയുന്നത് സ്നോവി ഓഫ് സി. ഓക്കെ, ഒന്നുമില്ല, നിങ്ങൾ ജസ്റ്റ് ഒന്ന് പേരൊക്കെ വെച്ചൊന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. അപ്പോൾ നമുക്ക് 3 ഫാക്ട്സ് തന്നിട്ടുണ്ട്, നമുക്കൊരു റോള് ചെക്ക് ചെയ്യാൻ തന്നിട്ടുണ്ട്, നമുക്ക് എന്നിട്ടൊരു ഗോൾ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എവിടെ ഇത് ബാക്ക്വേർഡ് ചെയിനിങ് ആയതുകൊണ്ട്, പ്രൊലോഗ് യൂസ് ചെയ്യുന്ന ബാക്ക്വേർഡ് ചെയിനിങ് ആയതുകൊണ്ട് നമ്മൾ ആദ്യം എവിടെ നിന്ന് പോകണം? സ്നോവി ഓഫ് സി എന്ന് പോകണം, നമ്മുടെ ഗോളിൽ നിന്ന് പോകണം. സോ നമ്മുടെ ഗോൾ എടുക്കുന്നു, സ്നോവി ഓഫ് സി എടുക്കുന്നു. ഈ സ്നോവി ഓഫ് സിക്ക് മാച്ച് ആവുന്ന ഏതെങ്കിലും ഉണ്ടോ നോക്കണം. ഉണ്ടോ നോക്ക്, ആ 4 എണ്ണത്തിലുണ്ടോ? ഉണ്ട്. സ്നോവി ഓഫ് എക്സ് ഈസ് റെയിനി ഓഫ് എക്സ്, കോൾഡ് ഓഫ് എക്സ്. അപ്പോൾ നമ്മൾ എങ്ങോട്ടെത്തും? സ്നോവി ഓഫ് എക്സിലോട്ടെത്തും. സ്നോവി ഓഫ് വൈക്ക് താണ്ടേ സ്നോവി ഓഫ് സിക്ക് മാച്ച് ആവുന്നത് കിടക്കുന്നു അല്ലേ? അപ്പോൾ സ്നോവി ഓഫ് സി നേരെ സ്നോവി ഓഫ് എക്സിലോട്ട് പോകുന്നു. ഈ സ്നോവി ഓഫ് എക്സിന് മാച്ച് ആവുന്ന ഏതൊക്കെയുണ്ട്? താണ്ട റെയിനി ഓഫ് എക്സും ഈ എക്സ് നോക്കിയാൽ മതി നിങ്ങൾ. റെയിനി ഓഫ് എക്സും കോൾഡ് ഓഫ് എക്സ് എന്തോ. അപ്പോൾ റെയിനി ഓഫ് എക്സ്, കോൾഡ് ഓഫ് എക്സ്. റെയിനി ഓഫ് എക്സിന് ഏതൊക്കെയുണ്ട്? റെയിനി ഓഫ് സീറ്റിലും റെയിനി ഓഫ് റോച്ചസ്റ്ററും. കണ്ടോ? കോൾഡ് ഓഫ് എക്സിന് ഏതുണ്ട്? കോൾഡ് ഓഫ് റോച്ചസ്റ്റർ. ഇങ്ങനെ നമുക്ക് ഗോളിൽ നിന്ന് ബാക്ക്വേർഡ് ചെയ്ത് പോകുന്നതിനെയാണ് നമ്മൾ ബാക്ക്വേർഡ് ചെയിനിങ് എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.